ഖുഷാംദീദ് ബച്ചോ, 7ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റാണ് യൂണിറ്റ് 2. പേരെന്താണ്? ദാന ഉഗായേ. ദാന ഉഗായേ. ദാന എന്ന് പറഞ്ഞാൽ ധാന്യം എന്നും അതുപോലെ തന്നെ വിത്ത് എന്നൊക്കെ ഉള്ള അർത്ഥം വരും. ഉഗ്ന എന്നൊക്കെ പറഞ്ഞാൽ മുളപ്പിക്കുക അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ വിത്ത് മുളപ്പിക്കാം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ധാന്യം ഉൽപ്പാദിപ്പിക്കാം എന്നും നമുക്കിതിൻ്റെ അർത്ഥം പറയാം. നോക്കൂ, നമ്മുടെ തസ്വീർ അല്ലേ, നമ്മുടെ 0 പേജിൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇത് ഏത് കൃഷിയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ്? നമുക്കറിയാം, നെൽകൃഷിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, ട്രാക്ടർ അല്ലേ, ട്രാക്ടർ ഓട്ടിക്കുന്നുണ്ട്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നടുകയാണ്. ബാക്കിൽ കണ്ടില്ലേ, ട്രാക്ടറിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു സംഭവം അല്ലേ. ഇതെന്തിനാണ്? മണ്ണ് ഉഴാനാണ്. ഹൽ ചലാനെ കെ ലിയെ, മിട്ടിക്കോ ഹൽ ചലാനെ കെ ലിയെ ഹേ യേ. പിന്നെ നമ്മൾ കൃഷി എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നെൽകൃഷി എന്ന് പറയുന്ന സമയത്ത് വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നെൽകൃഷി. മനസ്സിലായോ? നമ്മൾ സാധാരണ പച്ചക്കറികളും മറ്റും നടുന്നത് പോലെയല്ല, നെൽകൃഷിക്ക് ഒരുപാട് എന്താ പറയുക, പ്രത്യേകതകൾ അല്ലെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ നെൽക്കതിര് ലഭിക്കുന്നത്. അതിന് ആദ്യം നമ്മൾ നിലമൊരുക്കണം. നിലമൊരുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വയലിൽ പോയിട്ട് മണ്ണൊക്കെ ഉഴുതുമറിച്ച് ഒരുക്കുന്നുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ കാളകൾ അല്ലേ, കാളകളും അതുപോലെ തന്നെ കലപ്പയൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത്? ഇങ്ങനെ കലപ്പയൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഉഴുതുമറിക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെ ട്രാക്ടറിലൂടെയൊക്കെ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം അതിലെന്ത് ചെയ്യും? വിത്ത് വിതയ്ക്കാറുണ്ട്. വിത്ത് വിതച്ച് അത് മുളച്ച് വരും. ആ മുളച്ച് വന്നതിന് ശേഷം അതിനെ വീണ്ടും ഇതുപോലെയാക്കി നടാറുണ്ട്. അതിന് ഞാറ് നടുക എന്ന് പറയും. ഞാറ് നടുന്നു. അതിനുശേഷം അതിന് വേണ്ട വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതിൽ കള പറിക്കുന്നുണ്ട്. അതിൽ ഗാസ് പൂസുകളൊക്കെ, ആവശ്യമില്ലാത്ത പുല്ലും അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളിനെയൊക്കെ പറിച്ച് കളയുന്നതാണ് കള പറിക്കൽ. കളയൊക്കെ പറിച്ച് കഴിഞ്ഞ് അത് വീണ്ടും വലുതാവുന്നു. വീണ്ടും വലുതായി കൊയ്യാനാകുന്ന സമയത്ത് കൊയ്യുന്നു. കൊയ്തതിന് ശേഷം പണ്ട് അരിവാളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു, ഇന്നിപ്പോൾ കൊയ്ത്ത് മെഷീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൽ കറ്റ മെതിക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കറ്റ മെതിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നെൽക്കതിരൊക്കെ കൊണ്ടുപോകുമല്ലോ, പാകമായിട്ടുള്ള നെൽക്കതിരിനെയൊക്കെ നമ്മളിങ്ങനെ വേർപ്പെടുത്തിയെടുക്കുക. ഈ വിത്ത് വേർപ്പെടുത്തിയെടുക്കുന്ന ആ ഒരു പ്രക്രിയയാണ്. അതിനിങ്ങനെ തല്ലിയിട്ടൊക്കെ ആയിരുന്നു ചെയ്യുക. അതിനുശേഷം ഇതിനിങ്ങനെ പാറ്റാറുണ്ട്. അതിൽ ഇതിൻ്റെ ഈ പുല്ലിൻ്റെയൊക്കെ അംശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ നെൽക്കതിരിൻ്റെ അംശങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിലിങ്ങനെ എന്താ പറയുക, ചെടിയുടെ അംശങ്ങളൊക്കെ, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് പണ്ട് മൊറമൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് ആൾക്കാരിങ്ങനെ പാറ്റാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതിനെയൊക്കെ പുഴുങ്ങി അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ അരിയായിട്ട് എത്തുക. അപ്പോൾ ഒരുപാട് അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഒരു നേരത്തെ ചോറ് ഉണ്ണുന്നത്. ഇപ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കൃഷിയുടെ മേഖലയിൽ. ഏകദേശം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉഴുതുമറിക്കാനാണെങ്കിലും അതുപോലെ തന്നെ കൊയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഇത് ഇങ്ങനെ നമ്മുടെ നെൽക്കതിര് പുഴുങ്ങാനൊക്കെ ഇല്ലേ, അതുപോലെ തന്നെ നെല്ല് വേർപ്പെടുത്തിയെടുക്കില്ലേ, നമ്മുടെ ചോറ്റിനുള്ള അരി വേർപ്പെടുത്തിയെടുക്കുന്നില്ലേ, അതിനൊക്കെ ഒരുപാട് മെഷീൻ്റെ സഹായങ്ങൾ ഇപ്പം ഉണ്ട്. പക്ഷെ പണ്ട് കാലത്ത് ഇതെല്ലാം ആളുകൾ അത്രയും അധ്വാനിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ നേരം ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ആലോചിക്കുക, ആ ഒരു പിടി ചോറ് നമ്മുടെ മുന്നിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ അധ്വാനം അതിന് പിന്നിലുണ്ട്. നോക്കൂ, ഇവിടെ 2 വരി കവിതയും കൊടുത്തിട്ടുണ്ട്. खेतों को दानों से भर दे मर्दा ज़मीन को जिंदा कर दे. എന്താ അതിൽ പറയുന്നത്? കേത്തോം കോ ദാനോം സേ ബർദേ അല്ലേ, നമ്മുടെ വയലുകളെ ധാന്യങ്ങൾ കൊണ്ട് നിറയ്ക്കൂ. മുർദ ജമീൻ കോ ജിന്ദാ കർദേ, മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിയെ വീണ്ടും ജീവിപ്പിക്കൂന്ന്. നമുക്കറിയാലോ അല്ലേ, വരണ്ട് കിടക്കുന്ന ഭൂമിയെയും അതുപോലെ തന്നെ
ഫലഭൂയിഷ്ടമായിട്ടുള്ള ഭൂമി രണ്ടും വ്യത്യാസമാണ് അല്ലേ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വെറുതെ ഒരു നിലം ഇതുപോലെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ വിത്തും എല്ലാം വിതച്ച് അതിൽ ആവശ്യമുള്ള ഫലഭൂയിഷ്ഠതയുള്ള ഫലങ്ങളോ കായ്കളോ കനികളോ ഒക്കെ നിറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴാണ് ശരിക്കും ആ ഭൂമിക്ക് പുതിയ ജീവൻ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിലും കുറേ ഭൂമിയൊക്കെ ചിലപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ അവിടെയെല്ലാം ഒരു തൈയെങ്കിലും നമ്മൾ നടാൻ ശ്രമിക്കണം. നമ്മളെല്ലാവരും കൃഷി ചെയ്യണം, അല്ലെങ്കിൽ കൃഷിയിൽ താല്പര്യം വളർത്തിയെടുക്കണം എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. മനസ്സിലായില്ലേ? വെറുതെ ഒരു ഭൂമിയെ അവിടെ ഇട്ട് വെക്കാതെ അല്ലേ, അതൊരു ചെറിയ തുണ്ടാണെങ്കിൽ ചെറിയ തുണ്ട്, അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് എടുക്കണം. കൃഷി നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറ്റണം എന്നതാണ് ഈ കവിതയുടെ ആശയം. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ പാഠം തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ മൊഡ്യൂൾ തുടങ്ങുകയാണേ. കേത്തി കർണി കാ മസ. എന്താണ് മൊഡ്യൂളിൻ്റെ പേര്? കേത്തി കർണി കാ മസ. കൃഷി ചെയ്യുന്നതിലുള്ള താല്പര്യം. അതല്ലാന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യുന്നതിലുള്ള രസം എന്നൊക്കെ പറയാം. മസ എന്ന് പറഞ്ഞാൽ രസം, താല്പര്യം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. കൃഷി ചെയ്യുന്നതിലുള്ള താല്പര്യം. നോക്കൂ, ആജ് ചിങ്ങം കി പഹലി താരീഖ് ഹെ. ഇസ് ദിൻ കോ ഹം യൗമെ കിസാൻ കെ തൗർ പർ മനാത്തെ ഹെ. എന്താ പറയുന്നത്? ഇന്ന് ചിങ്ങം അല്ലേ, ചിങ്ങത്തിലെ ആദ്യ ദിവസമാണ്. ഈ ദിവസം നമ്മൾ യൗമെ കിസാൻ അഥവാ കർഷക ദിനം എന്ന പേരിൽ ആചരിക്കുന്നു. ബച്ചോ, ആജ് ഹം ലീലാബായി കാ കേത്ത് ദേഖ്നെ ജായേംഗെ. ഉनको बेहतरीन काश्तकारी के लिए സർക്കാർ की तरफ से അവാർഡ് മിലാ ഹെ. എന്താ പറയുന്നത്? ബച്ചോ അല്ലേ, കുട്ടികളെ, നമ്മൾ ഇന്ന് ലീലാബായിയുടെ കേത്ത് കാണാനാണ് പോകുന്നത്. ഉൻകോ ബഹത്തരീൻ കാഷ്തകാരി കെ ലിയെ അല്ലേ, അവർക്ക് ഇത്തവണ മികച്ച കർഷകയ്ക്കുള്ള അല്ലെങ്കിൽ മികച്ച കൃഷിക്കാരിക്കുള്ള അവാർഡ്, സർക്കാരിൻ്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മോഹൻ മാസ്റ്റർ ബച്ചോं के साथ ലീലാബായി കെ കേത്ത് പഹുഞ്ചേ. മോഹൻ മാസ്റ്റർ കുട്ടികളെയും കൂട്ടി ലീലാബായിയുടെ വയലിലേക്ക് പോയി. അപ്പോൾ ഇതിൽ നോക്കൂ, ബഹത്തരീൻ കാഷ്തകാരി കെ ലിയെ അല്ലേ, സർക്കാർ കി തരഫ് സെ അവാർഡ് മിലാഹെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നല്ല മികച്ച കർഷകന് അല്ലെങ്കിൽ മികച്ച കർഷകന് നമ്മൾ അവാർഡ് കൊടുക്കാറുണ്ട് നമ്മുടെ സർക്കാർ. നമ്മുടെ ഒരു അച്യുതൻ മേനോൻ എന്ന് പറഞ്ഞൊരു മന്ത്രി ഉണ്ടായിരുന്നു, മുൻ മുഖ്യമന്ത്രിയാണ് സി അച്യുതൻ മേനോൻ. അദ്ദേഹത്തിൻ്റെ പേരിൽ 10 ലക്ഷം രൂപയാണ് മികച്ച കർഷകന് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ കർഷകോത്തമ അവാർഡുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, മലയാള മനോരമ കൊടുക്കുന്ന കർഷകശ്രീ അവാർഡുണ്ട്. അങ്ങനെ ഒരുപാട് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സർക്കാർ തന്നെ 46 അവാർഡുകളാണ് ഈ കൃഷിയുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും നൽകി വരുന്നത്. അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നമ്മുടെ സർക്കാരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നോക്കൂ, മോഹൻ മാസ്റ്റർ ബച്ചോं के साथ ലീലാബായി കെ കേത്ത് പഹുഞ്ചേ. മോഹൻ മാസ്റ്റർ കുട്ടികളോടൊപ്പം ലീലാബായിയുടെ വയലിലെത്തി. ബച്ചോ ഇൻസേ മിലിയെ ഏക്ക് കാമിയാബ് കിസാൻ ഹെ അല്ലേ. എന്താ പറയുന്നത്? കുട്ടികളെ, അവരെ കാണൂ അല്ലെങ്കിൽ അവരെ കണ്ടുമുട്ടൂ അല്ലെങ്കിൽ അവരോട് സംസാരിക്കൂ. അവർ ഒരു മികച്ച കർഷകയാണ്. ബച്ചേ ഖുഷി ഖുഷി ലീലാബായി സെ ബാത്തേം കർണേ ലഗെ. കുട്ടികൾ സന്തോഷത്തോടുകൂടെ ലീലാബായിയോട് സംസാരിക്കാൻ തുടങ്ങി. കാണുന്നുണ്ടല്ലോ അല്ലേ, നമ്മുടെ ലീലാബായിയാണിത്. അവരുടെ അടുത്ത് 2 യൂണിഫോമൊക്കെ ധരിച്ചിട്ടുള്ള കുട്ടികൾ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അല്ലേ. ലീലാബായിയുടെ കേത്തിലെ അവിടെ കുറേ തർക്കാരിയൊക്കെ കാണുന്നുണ്ട്, ബണ്ടി കാണുന്നുണ്ട്, ബെങ്കൻ കാണുന്നുണ്ടല്ലോ അല്ലേ. ലീലാബായിയുടെ കയ്യിലൊരു ടോക്കരയുണ്ട്, ആ ടോക്കരയിലും കുറേ തർക്കാരിയാമുണ്ട്. അപ്പോൾ ഇവർ സംസാരിക്കുകയാണ് കേട്ടോ. നോക്കൂ, എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മുടെ ശബനം എന്ന് പറഞ്ഞ കുട്ടിയാണ് സംസാരിക്കുന്നത്. ശബനം പറയുന്നു, ആദാബ് ചച്ചി ജാൻ. അപ്പം ലീലാബായി പറയുകയാണ്, ആദാബ് ബേട്ടെ ആപ് യഹാം ക്യോ ആയേ ഹേ അല്ലേ. ആദാബ് ചച്ചി ജാൻ അല്ലെങ്കിൽ ആദാബ് ആൻറ്റി എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ലീലാബായി പറയുന്നു, ആദാബ് ബേട്ടെ അല്ലേ, ആദാബ്, നിങ്ങൾ എന്താണ് ഇവിടെ വരാൻ കാരണം, അല്ലെങ്കിൽ എന്താ നിങ്ങളിവിടെ എന്ന് നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ ശബനം പറയാണ്, ഹം ആപ്കാ കേത്ത് ദേഖ്നെ ആയേ ഹേ.
എന്തിനാ ഞങ്ങൾ വന്നത്? ഞങ്ങൾ താങ്കളുടെ കേത്ത് കാണാനായി വന്നതാണ്. ഈ കിത്തനാ ഖൂബ്സൂറത്ത് ഹേ, ഇത് എത്ര ഭംഗിയാണ് അല്ലേ? അപ്പോൾ ആനന്ദ് പറയുന്നു, ആപ് യഹാ ക്യാ ക്യാ ഉഗാത്തി ഹേ, എന്താ ചോദിക്കുന്നത്? നിങ്ങളിവിടെ എന്തൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇനി അടുത്തത് നോക്കൂ. അപ്പോൾ ലീലാബായി പറയുകയാണ്, ഹം യഹാ തരഹ് തരഹ് കെ ഫൽ ഫൂൽ ഔർ തർക്കാരിയ ഉഗാത്തേ ഹേ. എന്താ പറയുന്നത്? ഞങ്ങളിവിടെ പലതരത്തിലുള്ള പഴങ്ങളും പൂക്കളും പച്ചക്കറികളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയുകയാണ്, ക്യാ ആപ് യേ കേത്തിബാടി അഖേലി ഹി കർത്തി ഹേ, അല്ലേ? ആനന്ദ് എന്താ ചോദിക്കുന്നത്? നിങ്ങൾ ഈ കൃഷി ഒറ്റയ്ക്കാണോ ചെയ്യുന്നത്? അപ്പോൾ ലീലാബായി പറയുന്നു, ജി നെഹി ഗർവാലി ബി മേരി മദത് കർത്തേ ഹേ. അല്ല, അല്ലേ? അല്ല, എൻ്റെ വീട്ടുകാരും എന്നെ സഹായിക്കാറുണ്ട്. അപ്പോൾ ശബനം വീണ്ടും ചോദിക്കുകയാണ്, ആപ്കോ സർക്കാർ കി തരഫ് സെ ക്യാ ക്യാ മദത് മിൽത്തി ഹേ, നിങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് എന്തൊക്കെ സഹായങ്ങളാണ് ലഭിക്കുന്നത്? അപ്പോൾ ലീലാബായി പറയുന്നുണ്ട്, കൃഷിഭവൻ സെ ബേജ് പൗദേ ഖാദ് വ ഈറ മിൽത്തേ ഹേ. എന്താ പറയുന്നത്? അതെ, കൃഷിഭവൻ നമുക്കറിയാം അല്ലേ? കൃഷിഭവൻ നമ്മുടെ നാട്ടിലില്ലേ കൃഷിഭവൻ? അതെ, നിങ്ങൾ പോയിട്ടുണ്ടോ? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുക? നമുക്കറിയാം അല്ലേ? ചെടികളും വിത്തുകളും ഒക്കെ നമുക്ക് അവിടുന്ന് ലഭിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ കൃഷിക്കുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകി വരുന്ന സർക്കാരിൻ്റെ ഒരു ഓഫീസാണ് കൃഷിഭവൻ. കൃഷിഭവനിൽ പോകാത്തവർ പോവുക കേട്ടോ. അവിടെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിയുക. അവിടെ നമുക്ക് സേവനങ്ങൾ ചെയ്തു തരാനായി ഒരു കൃഷി ഓഫീസറും ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ 46 അവാർഡിൽ നല്ല കൃഷിഭവനുള്ള അവാർഡുണ്ട്, അതുപോലെ തന്നെ നല്ല കൃഷി ഓഫീസർക്കുള്ള അവാർഡുണ്ട്. അപ്പോൾ ഇതെല്ലാം സർക്കാർ ചെയ്യുന്നത് നമ്മൾ കൃഷിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധ തിരിക്കണം എന്നുള്ള രീതിക്കാണ്. നമുക്കറിയാം, ഇന്ന് പലരും കൃഷി എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട തൊഴിലായിട്ടാണ് കാണുന്നത് അല്ലേ? എല്ലാവരും നമ്മൾ പറയും വൈറ്റ് കോളർ ജോബ് അഥവാ ഓഫീസ് ജോബാണ് സ്വപ്നം കാണുന്നത്. അതിൽ മാത്രം നമ്മൾക്ക് എല്ലാം ലഭിക്കണമെന്നില്ല അല്ലേ? നമ്മളിപ്പോൾ എല്ലാവരും വലിയ വലിയ ഓഫീസേഴ്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ നിന്നാണ് ഭക്ഷണം ലഭിക്കുക? ഭക്ഷണം ലഭിക്കണം അല്ലേ? നമുക്ക് വേണ്ടേ? നമ്മൾക്ക് നമ്മുടെ കൃഷിക്കാർ പാടത്തിറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഭക്ഷണം ലഭിക്കില്ല. നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല അല്ലേ? വിശക്കുമ്പോൾ പൈസ കഴിക്കാനും അതുപോലെ തന്നെ നോട്ട് കുടിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് കഴിക്കണമെങ്കിലും കുടിക്കണമെങ്കിലും ഒക്കെ അല്ലേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കിട്ടണം. അപ്പോൾ അതിനായി നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? കൃഷി എന്നുള്ള ആ ഒരു ഭാഗത്തേക്കും കൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓക്കെ, അപ്പോൾ പറയുന്നത് കൃഷിഭവനിൽ നിന്ന് വിത്ത്, ചെടികൾ, വളം മുതലായവയൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ശബനം ചോദിക്കുകയാണ്, ആപ്പ് കിത്തനി ജമീൻ പർ കേത്തി കർത്തി ഹേ, നിങ്ങൾ എത്ര ഭൂമിയിലാണ് കൃഷി ചെയ്യുന്നത്? അല്ലെങ്കിൽ അല്ലേ നമ്മൾ പറയില്ലേ എത്ര സ്ഥലത്താണ് ചെയ്യുന്നത്? അപ്പോൾ ലീലാബായി പറയുന്നുണ്ട്, മേ പൂരേ 2 ഹെക്ടർ ജമീൻ പർ കേത്തി കർത്തി ഹേ, ഞാൻ 2 ഹെക്ടർ മുഴുവൻ സ്ഥലത്തും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആനന്ദ് വീണ്ടും ചോദിക്കുന്നു, ക്യാ ആപ് കേത്തിബാടി മേ ഖുഷ് ഹേ, അല്ലേ? ചോദിക്കുകയാണ്, നിങ്ങൾ കൃഷി ചെയ്യുന്നതിൽ സന്തോഷവതിയാണോ? അപ്പോൾ ലീലാബായി പറയാണ്, ജി ബേട്ടെ മേ ബിൽക്കുൽ ഖുഷ് ഹും, അല്ലേ? അതേ മോനെ, ഞാൻ തികച്ചും സന്തോഷവതിയാണ്. അപ്പോൾ ശബനം ചോദിക്കുന്നു വീണ്ടും, ഇസ് ഉംർ മേ ബി ആപ് കേത്തി കർ രഹി ഹേ, യെ ബഡി ഫഖർ കി ബാത്ത് ഹേ. എന്താ ചോദിച്ചത്? നിങ്ങൾ ഈ വയസ്സിലും അല്ലെങ്കിൽ താങ്കൾ ഈ വയസ്സിലും കൃഷി ചെയ്യുക എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് അല്ലേ? അപ്പോൾ ലീലാബായി പറയാണ്, കാം കർന അച്ചി ബാത്ത് ഹേ ഓർ മുझे കേത്തി കർനെ മേ മസ ആത്താ ഹേ. അപ്പോൾ നമ്മുടെ ലീലാബായി പറയുന്ന ഉത്തരം ശ്രദ്ധിക്കൂ. എന്താ പറയുന്നത്? ജോലി ചെയ്യുക എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് കൃഷി ചെയ്യുന്നതിൽ ഒരു പ്രത്യേക താല്പര്യവും അല്ലെങ്കിൽ പ്രത്യേക രസമൊക്കെ തോന്നാറുണ്ട് എന്ന്. അപ്പോൾ നോക്കൂ, പലരും ഞാൻ പറഞ്ഞല്ലോ, പലരും ജോലി ചെയ്യുക, മേലനങ്ങി ജോലി ചെയ്യുക എന്നത് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണ് അല്ലേ? പലരും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം, അങ്ങനെയാണ് ചിന്തിക്കുന്നത് അല്ലേ?
അധ്വാനിച്ച് ജീവിക്കാൻ പലർക്കും ഇന്ന് കാലത്ത് ഭയങ്കര മടിയാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ലീലാബായി അങ്ങനെയുള്ളവർക്കൊക്കെ അല്ലേ, അങ്ങനെ ചിന്തിക്കുന്നവർക്കൊക്കെ എതിരാണ്. ലീലാബായി ഒരു വയസ്സായ ആളാണ്. അതുകൊണ്ടാണല്ലോ ഈ വയസ്സിലും എന്ന് ചോദിച്ചത്. നമ്മളും കണ്ടിട്ടുണ്ട് അല്ലേ, നമ്മുടെ നാട്ടിൽ പലരും ഉണ്ട് കേട്ടോ, പല വയസ്സായ ആളുകൾ. എൻ്റെ അറിവിൽ തന്നെ ഒരുപാട് പേരുണ്ട്. ബ്ലോക്കും അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വീണ്ടും അവരുടെ വയലിലേക്ക് പോകും. ഇപ്പോൾ വയസ്സൊക്കെ ഒരുപാട് വയസ്സായിട്ടുണ്ട്, 70 വയസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, അവർ മിണ്ടാതിരിക്കുന്നില്ല. അവർ നെൽകൃഷി ചെയ്യാൻ പറ്റാവുന്നിടത്തോളമൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പോൾ ആരോഗ്യം സമ്മതിക്കുന്നില്ല. അപ്പോൾ അവർ ആ വയലിൽ വേറെ പലതും വെച്ച് പിടിപ്പിക്കുകയാണ്. എങ്ങനെയാണെങ്കിലും അവർ അധ്വാനിച്ച് ജീവിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ്. അങ്ങനെയുള്ളവരെയും കാണാം. അതല്ലാതെ ചെറിയൊരു കാര്യം വരുമ്പോഴേക്കും മിണ്ടാതെ അധ്വാനിക്കാതെ മടി പിടിച്ചിരിക്കുന്നവരെയും കാണാം. അപ്പോൾ നമ്മൾ ആരാകണമെന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, അപ്പോൾ കൃഷി ചെയ്യുന്നതിൽ നമ്മുടെ ലീലാബായിക്ക് ഒരു പ്രത്യേക രസം അല്ലെങ്കിൽ പ്രത്യേക സുഖമുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കൃഷി ചെയ്യുന്നതിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യവും അതുപോലെ തന്നെ മാനസികമായ ആരോഗ്യമൊക്കെ വർദ്ധിക്കാറുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, കൃഷി എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാക്കി അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഹോബിയാക്കി മാറ്റുക. ജോലി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ, അതേസമയം ഹോബിയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിനു വേണ്ടി സമയം കണ്ടെത്തും. അപ്പോൾ നമ്മുടെ വീടുകളിൽ നമ്മൾക്കാവുന്ന രീതിയിൽ ഒരു ചെടിയെങ്കിലും ഇന്നു മുതൽ വെച്ച് പിടിപ്പിക്കാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഹുദാ ഹാഫിസ്.